നമസ്കാരം. നമ്മളിന്ന് ദ ഹിന്ദു പത്രത്തിൽ വന്നൊരു ലേഖനം ബ്രിക്സ് ഉച്ചകോടിയെക്കുറിച്ചുള്ളതാണ്. അതാണ് നമ്മൾ വിശദമായി നോക്കാൻ പോകുന്നത്. UPSC സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് ഇത് എന്തായാലും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അപ്പോൾ ഈ ലേഖനത്തിലെ പ്രധാന പോയിന്റുകൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഒരു ആഴത്തിലുള്ള കാര്യങ്ങൾ, പിന്നെ പരീക്ഷയ്ക്ക് ഇതെങ്ങനെ കണക്ട് ചെയ്യാം എന്നൊക്കെ നമുക്കൊന്ന് സംസാരിക്കാം. റിയോ ഡി ജനീറോയിൽ നടന്ന ആ ഉച്ചകോടി 17ാമത്തേത്, അതിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു അല്ലേ? കാരണം ഈജിപ്റ്റ്, എത്യോപ്യ, UAE, ഇറാൻ, ഇന്തോനേഷ്യ അങ്ങനെ കുറേ പുതിയ അംഗങ്ങൾ വന്നില്ലേ? അതിനുശേഷമുള്ള ആദ്യത്തെ ഒരു മീറ്റിംഗ് ആയിരുന്നു അത്. അതെ, വിപുലീകരിച്ചതിന് ശേഷമുള്ള ആദ്യത്തേത്. പോരാത്തതിന് ഈ ഇസ്രായേൽ ഗസ പ്രശ്നം, പിന്നെ US ഇറാൻ സംഘർഷം, അതിൻ്റെയൊക്കെ ഒരു ചൂടൻ പശ്ചാത്തലത്തിലാണത് നടന്നതും. ശരിയാണ്. അപ്പോ ഇത് ബ്രിക്സിനൊരു പുതിയ രാഷ്ട്രീയ മാനം കൊടുത്തോ? എന്താണ് തോന്നുന്നത്? തീർച്ചയായും. ആഗോള ശ്രദ്ധ അത് മുഴുവൻ ഈ ഉച്ചകോടിയിൽ തന്നെയായിരുന്നു. പക്ഷേ ഈ കൂട്ടായ്മയുടെ ഉള്ളിൽ തന്നെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതായത് പുതിയ അംഗങ്ങൾ വന്നു, അതൊരു ശക്തി കൂട്ടലാണെന്നൊക്കെ പറയുമ്പോഴും പഴയ ചില വെല്ലുവിളികൾ അതിപ്പോഴും അവിടെയുണ്ട്. ഓക്കേ. ഉദാഹരണത്തിന് ഈ UN സുരക്ഷാ സമിതി വിപുലീകരണം, അങ്ങനത്തെ വിഷയങ്ങളിൽ മുന്നേ തന്നെ അംഗങ്ങൾക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ പുറത്തുനിന്നുള്ളൊരു പ്രഷർ അതുമുണ്ട്. ആ പ്രഷർ എന്ന് പറയുമ്പോൾ അത് പ്രധാനമായും അമേരിക്കയുടെ സൈഡിൽ നിന്നാണോ, ഈ ഡീഡോളറൈസേഷൻ നീക്കങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്? അതെ. അതാണ് മെയിൻ പോയിന്റ്. ഡീഡോളറൈസേഷൻ. അതായത് അന്താരാഷ്ട്ര വ്യാപാരത്തിന് ഡോളറിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ അതിനുള്ള ബ്രിക്സ് രാജ്യങ്ങളുടെ ഒരു ശ്രമം. അത് അമേരിക്കയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അതിന്റെ ഭാഗമായിട്ട് അമേരിക്കൻ ടാരിഫ് ഭീഷണികൾ വരെ അതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇത് വെറും ഒരു സാമ്പത്തിക നീക്കം എന്നതിലുപരി ബ്രിക്സിന്റെ ആ ഒരു സ്വാധീനം കൂടുന്നതിനെ ഒരു രാഷ്ട്രീയ വെല്ലുവിളിയായിട്ട് അമേരിക്ക കാണുന്നുണ്ട്. അതിന്റെ ഒരു സൂചനയാണിത്. പക്ഷേ ഈ വെല്ലുവിളികളൊക്കെ ഉണ്ടെങ്കിലും റിയോ പ്രഖ്യാപനത്തിൽ ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഉണ്ടായെന്നല്ലേ ലേഖനം പറയുന്നത്? ഉണ്ടായി. അംഗങ്ങൾക്കിടയിൽ ഒരു അടിസ്ഥാനപരമായ യോജിപ്പ് അവിടെ കാണാൻ പറ്റി. പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഒരു നിരന്തരമായ ആവശ്യം, അതിർത്തി കടന്നുള്ള ഭീകരവാദം, അതിനെതിരെ ശക്തമായിട്ട് അപലപിച്ചു എന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ശരിയാണ്. അതുപോലെ UN സുരക്ഷാ സമിതിയിൽ ഇന്ത്യക്കും ബ്രസീലിനും അവർക്കൊരു വലിയ പങ്ക് വേണം എന്നുള്ള ആ ഒരു ആവശ്യത്തിനൊരു സപ്പോർട്ട് കിട്ടി. ഇത് അത്ര എളുപ്പമല്ലായിരുന്നു. കാരണം ഈ വിഷയത്തിൽ മുൻപ് കുറച്ച് ഭിന്നതകളുണ്ടായിരുന്നു. പിന്നെ ഊർജ്ജ സുരക്ഷ, കാലാവസ്ഥാ വ്യതിയാനം, അതുപോലെ ലോക വ്യാപാര സംഘടന WTO അതിന്റെ ഒരു പരിഷ്കരണം, ഇതിലൊക്കെ ഒരു ധാരണയായിട്ടുണ്ട്. അപ്പോ ഈ WTO പരിഷ്കരണം പോലുള്ള കാര്യങ്ങൾ അതൊക്കെ UPSC മെയിൻസിന് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. GS പേപ്പർ 2-ല് അന്താരാഷ്ട്ര സ്ഥാപനങ്ങളെക്കുറിച്ചൊക്കെ ചോദിക്കാറുണ്ട്. തീർച്ചയായും. അതുപോലെ പ്രിലിംസിന് നോക്കുവാണെങ്കിൽ ബ്രിക്സ് അംഗരാജ്യങ്ങൾ ഏതൊക്കെ, ഉച്ചകോടി എവിടെ നടന്നു, പ്രധാന തീരുമാനങ്ങൾ എന്തൊക്കെ, അതൊക്കെ ശ്രദ്ധിക്കണമല്ലേ? കൃത്യമാണ്. പ്രിലിംസിന് ഇത്തരം കൂട്ടായ്മകൾ, അതായത് IR ഭാഗത്ത് വരുന്നത്, അവയുടെ അംഗങ്ങൾ, പ്രഖ്യാപനങ്ങൾ, വേദികൾ, ഇതൊക്കെ പ്രധാനമാണ്. മെയിൻസിലേക്ക് വരുമ്പോൾ താങ്കൾ പറഞ്ഞ പോലെ GS പേപ്പർ 2-ല് ഇന്ത്യ ഉൾപ്പെടുന്ന പ്രാദേശിക അല്ലെങ്കിൽ ആഗോള കൂട്ടായ്മകൾ, പിന്നെ ഇന്ത്യയുടെ താൽപ്പര്യങ്ങളെ ബാധിക്കുന്ന നയങ്ങൾ, UNSC, WTO പോലുള്ള സ്ഥാപനങ്ങളുടെ ഘടന, അതിലെ പരിഷ്കാരങ്ങൾ, ആ ഭാഗത്താണ് ഇത് വരുന്നത്. പിന്നെ ഗ്ലോബൽ സൗത്ത് എന്നൊരാശയം, അതും ഇവിടെ കണക്ട് ചെയ്യാം. അതായത് വികസ്വര രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ എന്ന നിലയിൽ ബ്രിക്സിന്റെ പ്രാധാന്യം അത് കൂടുകയാണ്. ഓക്കെ. അപ്പോൾ ഇന്ത്യയുടെ ഒരു കാഴ്ചപ്പാടിൽ നോക്കുവാണെങ്കിൽ ബ്രിക്സിന്റെ തന്ത്രപരമായ പ്രാധാന്യം എന്താണ്? നമ്മുടെ ആ സ്ട്രാറ്റജിക് ഓട്ടോണമി എന്നൊക്കെ പറയില്ലേ, തന്ത്രപരമായ സ്വയംഭരണാവകാശം, അതിന് ഇത് എത്രത്തോളം ഹെൽപ്പ് ചെയ്യും? അത് വളരെ നല്ലൊരു ചോദ്യമാണ്. കാരണം പാശ്ചാത്യ രാജ്യങ്ങളെ മാത്രം എപ്പോഴും ആശ്രയിക്കാതെ റഷ്യ, ചൈന പോലുള്ള രാജ്യങ്ങളുമായിട്ട് സഹകരിക്കാൻ, അതുപോലെ ഗ്ലോബൽ സൗത്തിന്റെ, അതായത് വികസ്വര രാജ്യങ്ങളുടെ ഒരു ശബ്ദമായി മാറാൻ, അതിനൊക്കെ ബ്രിക്സ് ഇന്ത്യയ്ക്ക് ഒരു നല്ല പ്ലാറ്റ്ഫോം നൽകുന്നുണ്ട്. ഇത് ഈ പറഞ്ഞ സ്ട്രാറ്റജിക് ഓട്ടോണമിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ഇത് അത്ര സ്ട്രെയിറ്റ് ഫോർവേഡ് അല്ല. അതെന്താ അങ്ങനെ? കാരണം ഇന്ത്യക്ക് അമേരിക്കയുമായും അതുപോലെ ക്വാഡ് പോലുള്ള കൂട്ടായ്മകളുമായും നല്ല ബന്ധം വേണം, പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളിൽ, സുരക്ഷാ കാര്യങ്ങളിൽ. എന്നാൽ ബ്രിക്സിലെ പ്രധാന അംഗമായ ചൈനയുമായിട്ട് നമുക്ക് അതിർത്തിയിൽ പ്രശ്നങ്ങളുണ്ട്. അമേരിക്കയാണെങ്കിൽ ബ്രിക്സിനോട്, പ്രത്യേകിച്ച് ഡീഡോളറൈസേഷൻ നീക്കങ്ങളോട് ഒരു താൽപര്യക്കുറവും കാണിക്കുന്നു.
അപ്പോൾ ഇന്ത്യക്ക് ഈ രണ്ട് സൈഡിനെയും ഒരുപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു ഡിപ്ലോമാറ്റിക് ടാസ്ക് ഉണ്ട്. അതൊരു വെല്ലുവിളിയാണ്. ശരിയാണ്. അപ്പോൾ അവസരങ്ങളും വെല്ലുവിളികളും ഒരുപോലെ മുന്നിലുണ്ടെന്ന് പറയാം. ഈ NDB പോലുള്ള പുതിയ സ്ഥാപനങ്ങൾ അതൊക്കെ സാമ്പത്തികമായിട്ട് നല്ല സാധ്യതകളാണ്. പക്ഷെ മറുഭാഗത്ത് ചൈനയുടെ ഒരു ആധിപത്യം കൂടാനുള്ള സാധ്യത, പിന്നെ അംഗങ്ങൾക്കിടയിലെ വ്യത്യസ്ത താൽപ്പര്യങ്ങൾ, അതൊക്കെ വെല്ലുവിളിയുമാണ്. അതെ. അപ്പോൾ അടുത്ത വർഷം ഇന്ത്യ അധ്യക്ഷസ്ഥാനം ഏറ്റെടുക്കുമ്പോൾ എന്തായിരിക്കണം നമ്മുടെ ഒരു അപ്രോച്ച്? ലേഖനത്തിൽ പറയുന്നൊരു പോയിന്റ് എന്താന്ന് വെച്ചാൽ, ഇന്ത്യ ഒരുപക്ഷെ ഒരു പാലം പോലെ അല്ലെങ്കിൽ ഒരു മോഡറേറ്റർ ആയിട്ട് പ്രവർത്തിക്കേണ്ടി വരും. അതായത് ബ്രിക്സിനെ പൂർണ്ണമായിട്ടൊരു വെസ്റ്റേൺ വിരുദ്ധ ഗ്രൂപ്പ് ആക്കാതെ, എന്നാൽ ഗ്ലോബൽ സൗത്തിന്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു വേദിയായിട്ട് അതിനെ നിലനിർത്താൻ ശ്രമിക്കണം. ഇങ്ങനെയുള്ള പൊതുവായ വിഷയങ്ങളിൽ സഹകരണത്തിന് മുൻഗണന കൊടുക്കുന്നത് നന്നായിരിക്കും. എന്തായാലും ഇന്ത്യയുടെ അധ്യക്ഷ പദവി ലോക ജനസംഖ്യയുടെ ഏതാണ്ട് പകുതിയോളം വരുന്ന ഈ കൂട്ടായ്മയ്ക്ക് ഒരു പുതിയ ഡയറക്ഷൻ കൊടുക്കാൻ സഹായിച്ചേക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ബ്രിക്സ് ഉച്ചകോടി, അതിലെ തീരുമാനങ്ങൾ, അതിലെ വെല്ലുവിളികൾ, പിന്നെ ഇന്ത്യയുടെ ആ ഒരു കുറച്ച് സങ്കീർണമായ സ്ഥാനം, പിന്നെ UPSC പരീക്ഷയ്ക്കുള്ള ഇതിൻ്റെ പ്രാധാന്യം, അതൊക്കെ നമ്മൾ ഏകദേശം ഒന്ന് ചർച്ച ചെയ്തു. ഈ ലേഖനം നിങ്ങൾക്ക് ഈ വിഷയത്തിൽ നല്ലൊരു ഇൻസൈറ്റ് നൽകിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഒരു കാര്യം കൂടി നമുക്ക് ആലോചിക്കാൻ വിടാം. ഈ വിപുലീകരണം, പുതിയ അംഗങ്ങൾ വന്നത് ബ്രിക്സിന്റെ ആ ഒരു കെട്ടുറപ്പിനെ ഭാവിയിൽ ശക്തിപ്പെടുത്തുമോ, അതോ ഈ പുതിയ അംഗങ്ങളുടെ വ്യത്യസ്ത താൽപ്പര്യങ്ങൾ കൂടുതൽ ആഭ്യന്തര വെല്ലുവിളികൾക്ക് കാരണമാകുമോ? ഇത് ഇന്ത്യയുടെ തന്ത്രപരമായ സ്വയംഭരണാവകാശം എന്ന നയത്തെ ലോങ് ടേമിൽ എങ്ങനെ ബാധിക്കും? ഇതൊരു പ്രധാന ചോദ്യം തന്നെയാണ്. നിങ്ങൾക്കിതിനെക്കുറിച്ച് ചിന്തിക്കാവുന്നതാണ്.